ലോകപ്രശസ്തനായ ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ പേര് മൈൽസ് മൺറോ എന്നാണ്. മൈൽസ് മൺറോ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ ഉലകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണ്? ആ ചോദ്യത്തിന് മറുപടിയായി ശ്രോതാക്കളിൽ നിന്ന് പലരും പല മറുപടി പറഞ്ഞു. ചിലർ പറഞ്ഞു സൗദിയിലെ എണ്ണപ്പാടങ്ങളാണ്. ചിലർ പറഞ്ഞു റഷ്യയിലെ യുറേനിയമാണ്. ചില ആളുകൾ പറഞ്ഞു ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളാണ്. പക്ഷേ മൺറോ പറഞ്ഞ മറുപടി ഇതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ആളുകൾ ഇങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലമെന്ന് പറയുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ മണ്ണുമാന്തി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം, അത് ശവക്കോട്ടയാണ്, സെമിത്തേരിയാണ്. ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, സെമിത്തേരിയാണോ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം? അദ്ദേഹം തൻ്റെ പ്രസംഗം തുടരുകയാണ്. അതെ, കവിതകൾ ഉണ്ടായിരുന്നു, പക്ഷേ രചിച്ചില്ല. പാട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പാടിയില്ല. മനസ്സിൽ മസ്തിഷ്കത്തിൽ ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പുസ്തകമായി പുറത്തു വന്നില്ല. ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങൾ, പൂർത്തീകരിക്കാത്ത പ്രോജക്റ്റുകൾ, ഇവയെല്ലാം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം, അതാണ് സെമിത്തേരി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ നാം പങ്കെടുക്കുമ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ക്ഷണികത, മരിക്കുന്നതിന് മുമ്പ് നമ്മെ ഏൽപ്പിക്കപ്പെട്ടതായ നാം ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ ചെയ്തു തീർത്തിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സെമിത്തേരിയിൽ ചായം പൂശാത്ത ശില്പങ്ങൾ, നെയ്ത് തീർക്കാത്ത നെയ്ത്തുകൾ, അവയെല്ലാം കുഴിച്ചിടപ്പെട്ടിരിക്കുകയാണ്. യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ താൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി കഴിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ യേശു പറയുകയാണ്, ഒന്ന്, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏതൊരു വ്യക്തിയും ഓർക്കണം, രണ്ട് കാര്യങ്ങൾ, പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. രണ്ട്, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിറപടിയായി നിവർത്തിച്ചിരിക്കണം. ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഇവിടെ ഒരു മനുഷ്യന്, പച്ച മനുഷ്യനായി ജീവിച്ച ഒരു വ്യക്തിക്ക് 70 വർഷം വേണ്ടി വന്നിരുന്നില്ല, 80 വർഷം ജീവിക്കേണ്ടി വന്നില്ല, 40 വർഷം പോലും അദ്ദേഹം ജീവിച്ചില്ല. 33.5 വർഷം കൊണ്ട് ഈ ലോകത്തിൽ പച്ച മനുഷ്യനായി ജീവിച്ച യേശു കർത്താവ് ഒടുവിൽ തൻ്റെ മരണസമയത്ത് പിതാവിനെ നോക്കി പറയുകയാണ്, സകലതും നിവൃത്തിയായി. പ്രവാചകന്മാർ ന്യായപ്രമാണത്തിൽ, പ്രവചന ഗ്രന്ഥങ്ങളിൽ തന്നെക്കുറിച്ച് എന്തെല്ലാം രേഖപ്പെടുത്തിയോ, എന്തെല്ലാം എഴുതി വച്ചിരുന്നുവോ, അതെല്ലാം നിവൃത്തിയാക്കി. എന്തിനേറെ പറയുന്നു, ക്രൂശിൽ താൻ മരണത്തോടെടുക്കുമ്പോൾ തൻ്റെ മാതാവിനോടുള്ള ബന്ധത്തിലും തൻ്റെ കടപ്പാടുകൾ പൂർത്തീകരിച്ചിട്ട് വാങ്ങിപ്പോയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലൈഫിൻ്റെ ഡ്യൂറേഷൻ അല്ല, മറിച്ച് ലൈഫിൽ നാം സമൂഹത്തിന് നൽകുന്ന ഡൊണേഷൻ, സംഭാവനയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ സെമിത്തേരിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുത. കാരണം വിലയേറിയ സങ്കല്പത്തിൻ്റെ, സ്വപ്നങ്ങളുടെ, പൂർത്തീകരിക്കാത്ത പ്രോജക്റ്റുകൾ, പാടാത്ത പാട്ടുകൾ, രചിക്കാത്ത കവിതകൾ, എഴുതാത്ത പുസ്തകങ്ങൾ മണ്ണുമാന്തി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം. മൺറോ പറയുകയാണ്,
അതാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴെങ്കിലും അല്ല, എല്ലാ ദിവസവും സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ.